ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണോ നിങ്ങൾ? അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അങ്ങനെ ഒട്ടേറെ ബാങ്കിങ് സർവീസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലൂടെ തന്നെ ചെയ്യാനാകും. അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ വാട്സാപ്പ് ബാങ്കിങ്ങിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫെഡറൽ ബാങ്കിന്റെ വാട്സാപ്പ് ബാങ്കിങ് സർവീസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം സ്ക്രീനിൽ ഈ കാണിച്ചിട്ടുള്ള 9633700800 എന്ന ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഫെഡറൽ ബാങ്ക് എന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും പേരിലോ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സേവ് ചെയ്തു വെച്ച കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ നമ്പറിൽ നിന്ന് വേണം മെസ്സേജ് അയക്കാൻ. അതായത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത നമ്പറും സെയിം ആയിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സാപ്പിൽ നിന്നും ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് റീപ്ലൈ മെസ്സേജുകൾ വരും. ഈ വരുന്ന റീപ്ലൈ മെസ്സേജുകളിൽ ലഭ്യമായ സർവീസ് ഓപ്ഷനുകളും കാണുവാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ആണ് അറിയേണ്ടതെങ്കിൽ വന്ന റീപ്ലൈ മെസ്സേജുകളിൽ ഏറ്റവും മുകളിലെ മെസ്സേജിൽ അക്കൗണ്ട് ബാലൻസ് എന്ന ഓപ്ഷൻ ഇതുപോലെ കാണാനാകും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ള ആളാണെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്ന ഈ ഒരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിലെ ലാസ്റ്റ് 4 നമ്പറുകളായിരിക്കും കാണിക്കുന്നത്. അതിൽ ഏത് അക്കൗണ്ടിലെ ബാലൻസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് കാണിച്ചുകൊണ്ട് മെസ്സേജ് വരും. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ മുകളിൽ തന്നെ കാണുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളവരാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് പീരിയഡ് എന്ന ഈ ഒരു മെസ്സേജ് വരും. ഇവിടെ ഓപ്ഷൻസ് എന്ന് കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷനുകൾ വരും. ഇതിൽ നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് സെൻഡ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മെസ്സേജുകൾ വരും. അതിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള PDF ഫയലും കാണാം. ഈ PDF ഫയൽ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽ ആയിരിക്കും. പാസ്വേഡായി നിങ്ങൾ എന്തു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നെല്ലാം PDF ഫയലിന്റെ തൊട്ടു താഴെയുള്ള മെസ്സേജിൽ ഉദാഹരണ സഹിതം അതിൽ കൊടുത്തിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ അക്കൗണ്ട് ബാലൻസ്, സ്റ്റേറ്റ്മെന്റ് എന്നീ സർവീസുകൾ മാത്രമല്ല ഉള്ളത്. ഏതെല്ലാം സർവീസുകളാണ് ഉള്ളതെന്ന് റീപ്ലൈ മെസ്സേജുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇനി മെയിൻ മെനുവിലേക്ക് തിരിച്ചു പോകാൻ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.